ഹലോ, സിസ്റ്റർ പവിത്രയല്ലേ? അതെ, പവിത്രയാ. ഞാൻ പ്രതാപവർമ്മയാ. മനസ്സിലായി സർ, പറയൂ. ഞാൻ 1-2 തവണ വിളിച്ചിരുന്നു. വിളിച്ചപ്പോ ബിസിയായിരുന്നു. അതെ സർ, ഞാൻ എൻ്റെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളിലായിരുന്നു. പറയൂ സർ, എന്താ വിളിച്ചേ? യെസ്, എന്റെ ശാരീരിക സ്ഥിതി മെച്ചപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾ യാത്ര പോലും പറയാതെ ജോലി അവസാനിപ്പിച്ച് മടങ്ങിയല്ലോ. ജീവശവമായി കിടന്ന എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ വലിയൊരു പങ്കുവഹിച്ചത് നിങ്ങളാ. ഏയ്, അങ്ങനെ വലിയ വാക്കൊന്നും പറയല്ലേ സർ. ഞാൻ എന്റെ ജോലി എന്നാലാവുന്ന വിധം ചെയ്തു, അത്രേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ പറയൂ, എനിക്കതിൽ നിശ്ചയമുണ്ടായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചതാ. അതൊക്കെ എന്ത് തന്നെ ആയാലും എനിക്ക് പറയാനുള്ളത് ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ. പറയൂ സർ. നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ ചെയ്തത് ജോലിയുടെ ഭാഗമായ ഒരു കാര്യം മാത്രമായിരിക്കാം. പക്ഷേ പ്രായമായ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കാത്ത മക്കളുടെയും അസുഖബാധിതരായ കിടപ്പ് രോഗികളെ ബാധ്യതയുമായി കാണുന്ന ഒരു കൂട്ടം മനുഷ്യർക്കിടയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാ സത്യം. അങ്ങനെയുള്ള ഈ കാലത്ത് എന്നെ ഇത്ര നന്നായി പരിചരിച്ച സിസ്റ്റർ പവിത്രയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും എന്റെ മകളോടോ എന്നോടോ ധൈര്യമായിട്ട് ആവശ്യപ്പെടാം. ഇത്രയും പറയാനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. നന്ദി. എന്നും നന്ദിയും കടപ്പാടും മാത്രം. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല സർ. ഒരു കാര്യം, താങ്കളെ പരിചരിക്കാൻ ഞാൻ എത്തിയില്ലായിരുന്നെങ്കിലും മറ്റാരും ഇല്ലായിരുന്നെങ്കിലും തീർച്ചയായും താങ്കളുടെ മകള് താങ്കളെ പരിചരിക്കുമായിരുന്നു. കാരണം ആ കുട്ടി തന്റെ അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ എന്റെ മകളെ മനസ്സിലാക്കിയല്ലോ. അതൊക്കെ പോട്ടെ, പറയൂ. അവിടെ പവിത്രയുടെ കുടുംബത്തെക്കുറിച്ച് പറയൂ. ആരൊക്കെയുണ്ട് വീട്ടില്? എനിക്കങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല സർ. വർഷങ്ങളായി ജീവിതയാത്രയിൽ തനിച്ച, താമസവും തനിച്ച. ഓക്കെ. സമയം ഇപ്പോൾ ഒരുപാട് ലേറ്റ് ആയല്ലോ. എങ്കിൽ ശരി പവിത്ര, മറക്കണ്ട, ഒരാവശ്യം ഉണ്ടായ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്നെ വിളിക്കാം. ഓക്കെ സർ. ഗുഡ് നൈറ്റ് പവിത്ര. സർ, ആരോഗ്യം ശ്രദ്ധിക്കണം. ശരി. പവിത്ര തനിച്ചാണെന്ന് അറിഞ്ഞപ്പോ തന്നെ സാറ് കോള് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ പത്മാവതിക്ക് ആശ്വസിക്കാം. അദ്ദേഹം അന്നും അങ്ങനെയാ, ഇന്നും അങ്ങനെയാ. പാവം, ഒരുപാട് വലിയ പ്രശ്നങ്ങളുടെ നടുവിലാ. ചേച്ചിയുടെ പ്രാർത്ഥനയും പിന്നെ ഇടവും വലവും മകളും മരുമോനും ഉള്ളപ്പോ സാറിന് നല്ലതേ സംഭവിക്കൂ. ചേച്ചി സമാധാനായിട്ടിരിക്കെ.